ദേവരാജൻ. എൻ്റെ അച്ഛൻ്റെ പേര് പരവൂർ എൻ കൊച്ചുഗോവിന്ദനാശാൻ എന്നാണ്. അദ്ദേഹം സംഗീത വിദ്വാനായിരുന്നു. പക്ഷേ തൊഴിൽ മൃദംഗ വായനയായിരുന്നു. എങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ കൂടുതൽ ശിഷ്യഗണങ്ങൾ സംഗീതത്തിലായിരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ 2 പെൺകുട്ടികളെ അദ്ദേഹം പഠിപ്പിച്ചു. അവരുടെ പേര് ഭവാനി, ഭാഗീരഥി. 2 ഭായുടെ ഇടയിൽ ഒരു ദേവരാജനും കൂടെ കയറി. അമ്മ വന്നിട്ട് പറഞ്ഞു, എന്നാൽ അവനും കൂടെ അതിൻ്റെ ഇടയിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സംഗീതം പഠിച്ചത്. അവർ എവിടെയാണെന്നുള്ളത് ഒരു കുട്ടി അന്നേ മരിച്ചു, ഭാഗീരഥി. ഭവാനി ഇപ്പോഴും ഉണ്ട്, ഭവാനി ഇട്ടി എന്ന അവരുടെ പേര്. അവരിപ്പോഴും ഉണ്ട്. രാജൻ അപ്പുറം നടുക്കിരുന്നും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം ഇരുന്നാണ് സംഗീതം പഠിക്കുന്നത്. എൻ്റെ അമ്മാവന് അയാളെയും അച്ഛനെയും സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാരമ്പര്യമായിട്ട് സംഗീതക്കാരാണ്. ദേവരാജൻ്റെ അമ്മയ്ക്ക് സംഗീതത്തിന് നല്ല ഒരു ഇതുണ്ട്. അതാണല്ലോ ഈ മക്കൾ ഇങ്ങനെ ആയത്. രാജൻ്റെ കൊച്ചിലെ ഈ തള്ള പറയും, കുട്ടുവം വച്ചിട്ടുണ്ട് പെരയ്ക്കകത്ത്. ആ കുട്ടുവത്തിൻ്റെ കാതിലിട്ട് തട്ടിയാണ് ദേവരാജൻ മാസ്റ്റർ ഈ നാദം കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സംഗീതത്തിൻ്റെ ഇത് വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞറിയാം. അവരും അതുപോലെ തന്നെ വെളുപ്പാങ്കാലത്ത് എണീച്ച് നാമങ്ങൾ, രാത്രി ഭജനങ്ങൾ, നാമവും എന്നും ഉണ്ട്. അപ്പോഴും ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ പോയിരുന്നത് കേൾക്കും. അപ്പോഴും കണി കാണുന്ന നേരം വെളുപ്പാങ്കാലത്ത് കണി കാണും നേരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞത്തൂൽ ചാർത്തി. എൻ്റെ അമ്മ ദിവസവും രാവിലെയും വൈകുന്നേരവും അവർക്ക് ചില ഗാനങ്ങൾ പാടുമായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ചില ഗാനങ്ങൾ. ഈ ഗാനം എൻ്റെ അമ്മ പാടിക്കേട്ട ഈണത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുയിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുയിൽ ചാർത്തി കനകിങ്ങിനി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ഞങ്ങൾ തേർഡ് പാർട്ടി ഒന്നിച്ച് പഠിക്കുമ്പോൾ അപ്പോൾ മാസ്റ്റർ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരും, ഞങ്ങൾ ഒന്നിച്ച് കളിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ട്. എനിക്ക് ഈ ഒറ്റത്തടി കൊണ്ടുള്ള ഒരു വള്ളമുണ്ട്. ഒറ്റത്തടി, അതായത് ഈ പിന്നെ നീണ്ടകരയും അവിടെ ഇവിടെയൊക്കെ ഈ മീൻ പിടിക്കാൻ പോകുന്ന ഒറ്റത്തടി കൊണ്ടുള്ള ചെറിയ വള്ളം ഉണ്ടല്ലോ, ഈ ചെറിയ തുഴ കൊണ്ട് ഇങ്ങനെ തുഴയുന്നത്. അപ്പം ഈ വെള്ളം ഇവിടെ മഴക്കാലത്ത് കയറി അങ്ങ് പൊങ്ങും. പൊഴി പൊങ്ങിയാൽ അതിൽ കളിക്കാനായിട്ട് എൻ്റെ ഒരു മൂത്ത അമ്മാവൻ എനിക്കൊരു വള്ളം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിനൊരു തണ്ടുമുണ്ട്. 2 പേർക്കേ ഇരിക്കാൻ നോക്കൂ, അല്ല അതിൽ കൂടുതൽ ആൾക്ക് ഇരിക്കാൻ നോക്കില്ല. എന്നെ അമ്മാവൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മാസ്റ്റർക്ക് നീന്തറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തെ ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി കിടക്കുക. അപ്പോൾ പറഞ്ഞു, ഡേയ് എനിക്ക് വെള്ളത്തിൽ കയറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡേയ് കയറ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ ചെറുപ്പത്തിൽ അത്രയും വലിയ ഇതില്ലല്ലോ, ബുദ്ധി. കയറുമെന്ന് പറഞ്ഞു. അയാൾ കയറി, ഞാൻ തുഴഞ്ഞ് ഇത്തിരി ദൂരം അങ്ങ് പോയപ്പം ഒരു വലിയ കയം വെള്ളത്തിൽ ചെന്നപ്പോഴത്തെ ഈ വെള്ളം അങ്ങ് മറിഞ്ഞു. വെള്ളം അങ്ങ് മറിഞ്ഞ് ഇയാളങ്ങ് അടിയിലോട്ട് പോയി. അപ്പം 4 കരയിൽ നിൽക്കുന്നവർ കൂവി വിളിച്ചിട്ട് പറഞ്ഞു, നീ ചാടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടില്ല. ഞാനെടുത്തങ്ങ് ചാടി ഈ കയത്തിൽ അങ്ങ് അടിയിൽ പോയി മുക്കി ഇയാളഞ്ഞ് പൊക്കി കൊണ്ടുവന്ന് വള്ളത്തിൽ വീണ്ടും കയറ്റി ഇനി കരയ്ക്ക് കൊണ്ടുവന്ന്. അപ്പോൾ ഞാൻ ചാടിയില്ലേ മാഷ് അന്ന് പോയി. അന്ന് തീരും. അത് ഇപ്പം തെക്കുംഭാഗത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡേയ് പണ്ട് വള്ളം മുങ്ങിയത് ഓർമ്മയുണ്ടാടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട് മാഷേ. ായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് 1942 വിദ്യാഭ്യാസത്തിൻ്റെ കാലത്താണ്. അതായത് 4ാം ക്ലാസ് കഴിഞ്ഞ് അന്ന് പ്രിപ്പയറട്ടറി എന്ന് പറഞ്ഞൊരു ക്ലാസ്സുണ്ട്.
ആ ക്ലാസ്സിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ദേവരാജനും ആ ക്ലാസ്സിലുണ്ട്. അന്നു മുതലുള്ള പരിചയമാണ്. സംഗീതജ്ഞൻ എന്നുള്ള നിലയിൽ ദേവരാജൻ ആദ്യം റേഡിയോ സ്റ്റേഷനിൽ പ്രോഗ്രാം കിട്ടിയപ്പോൾ, അന്ന് റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ കെട്ടിടം, തിരുവനന്തപുരത്ത് ഒരു ഓടിട്ട ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു. അതിൻ്റെ മുൻവശത്ത് വലിയ മൈതാനവും. ഞങ്ങൾ ശ്രീ എം കെ രാഘവൻ പിള്ള എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു ടീച്ചർ, ഒരു സ്നേഹിതനുണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യത്തെ പാട്ട് റേഡിയോ പരിപാടി കേൾക്കാനായിട്ട് ഞങ്ങൾ അവിടെ പോയി മൈതാനത്തിരുന്നു. ദേവരാജൻ പാടിയത് കേട്ടു, തിരിച്ചു പോന്നു. എൻ്റെ വീട്ടിന് തെക്ക് പടിഞ്ഞാറ് ഉള്ള ഒരു വീട്ടിൽ എല്ലാ ശനിയാഴ്ചയും ശാസ്താംപാട്ട് പാടുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവർ പാടിക്കേട്ട ഈണങ്ങളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇതിൻ്റെ ഈണം. അക്ഷരലക്ഷം മന്ത്രങ്ങളുരുക്കഴിച്ചു, മണ്ഡലം നോയമ്പു നോറ്റു, അക്ഷരലക്ഷം മന്ത്രങ്ങളുരുക്കഴിച്ചു. ഞാനിവിടെ എൻ്റെ പുരയ്ക്കകത്ത് കുട്ടികളെ ഇരുത്തി ശാസ്താംപാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടം ശബരിമല സീസണായതുകൊണ്ട് വലിയ ഭക്തി, ഇന്നത്തെ കണക്കൊന്നും അല്ല, വലിയ ഭക്തിയും കാര്യം മീതിയൊക്കെ ആയതുകൊണ്ട് ഇത് കേട്ട് ഇങ്ങനെ വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഒരു കഥ ഒന്ന് പാടിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് എന്നെടുക്ക ഒന്ന് അഭിപ്രായപ്പെട്ട് ആ കാലഘട്ടത്തിൽ ശരണമയ്യപ്പ ശരണമയ്യപ്പ എന്നുള്ള ട്യൂൺസ് കൊടുത്ത് അദ്ദേഹം ഇത് പഠിച്ച് എൻ്റെ ഇന്ന് ഉടുക്കും വാങ്ങിക്കൊണ്ട് പോയി ആണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. എനിക്കാണെങ്കിൽ പല്ലില്ല, എങ്കിലും ആ ട്യൂൺസ് ഒന്ന് വച്ചുകൊണ്ടൊന്ന് ഒരു വരി പാടാം. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ. പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെയുണർത്തി, പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെയുണർത്തി, കൊള്ളയായോരുടുക്കുമായി പേട്ട തുള്ളി പാട്ടുപാടി 18ാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. കൊള്ളയായോരുടുക്കുമായി പേട്ട തുള്ളി പാട്ടുപാടി 18ാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. പിന്നെ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ഒരു വളരെ ചെറിയ, അന്നും ചെറിയ ക്ഷേത്രത്തിന് ഇന്നും അതേ സ്ഥിതി തന്നെ, ഇതിൽ തന്നെ ഇരിക്കും. പക്ഷേ വളരെ തിരുവിതാംകൂറിൽ വലിയ പേര് കേട്ട ഒരു അമ്പലം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മത്സര കമ്പൗണ്ടാവും. മീനഭരണിയാണ് അവിടുത്തെ ഉത്സവ ദിവസം. അന്ന് മത്സര കമ്പം, വടക്കും ഭാഗത്തുകാരും ഒരു ഭാഗം ചേർന്നിട്ട് തെക്കും ഭാഗത്തുകാരും 2 കമ്പം കെട്ടുകാരെ വിളിച്ചിട്ട് മത്സര കമ്പം. അപ്പോൾ ഒരാൾ ഒരു നിലയിൽ അമിട്ട് പൊട്ടിച്ചാൽ ഉടനെ മറ്റേ ആൾ 2 നിലയിൽ അമിട്ട് പൊട്ടിക്കും. അയാൾ 2 നിലയിൽ അമിട്ട് പൊട്ടിച്ചാൽ ഇഞ്ഞപ്പുറത്ത് ഇയാൾ 3 നിലയാക്കും. അങ്ങനെ അവസാനം വരെ അങ്ങ് പോകും. പക്ഷേ പിന്നെ മേലോട്ട് പോകാനൊക്കാത്തൊരു സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ നിൽക്കും. കാരണം മത്സരക്കം പോകരുത്. ഒരിക്കലും മറക്കാനാവാത്ത പ്രകൃതിയുടെ ഭാവപ്രത്യേകതകൾ സസൂക്ഷ്മമായ പാടവത്തോടെ ദേവരാജൻ നാദകലശങ്ങളിൽ നിറച്ചുവച്ചു. ഏകാന്തവും ദീപ്തവുമായ കലോപാസന പോലെ ഊഷ്മളമായ ആത്മബന്ധങ്ങളും മാസ്റ്റർ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു. സംഗീത സാമ്രാജ്യത്തിൽ രാജാധിരാജനായിരിക്കെ തന്നെ വ്യക്തിജീവിതത്തിൽ അങ്ങേയറ്റം ലാളിത്യമാർന്നതാണ് മാസ്റ്ററുടെ ജീവിതം. ഞങ്ങൾ 10-15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എങ്കിലും എൻ്റെ അടുത്ത് എന്നെ അയാളുടെ അച്ഛനെ പോലെ ഒരു ഗൗരവമായിട്ട് വാത്സല്യത്തോടും ബഹുമാനത്തോടും എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ സ്വന്തം പരിശ്രമത്തിലാണ് ഇത് മുഴുക്ക വന്നത്. ഇപ്സ കോൺഫറൻസിൽ ബോംബെയിൽ പോയി. ആ കോൺഫറൻസിന് ഇവിടുത്തെ
കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് രാജനാണ് പോയത്. സുബ്ബലക്ഷ്മിയാണ് അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലുള്ള അവർ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പുറകിലുള്ള സർവ്വ ആളുകളും കൂടെ ഒരു വിങ് നല്ല മാതിരി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം രാജൻ പാടുമെന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഇവനെ അളക്കാനുള്ള വലിയ ആൾക്കാർ വന്നിരിക്കുന്ന അപ്പോഴാണ് അവൻ്റെ അഹങ്കാരം പറഞ്ഞാൽ അവന് ഭയമൊന്നുമില്ല. പാട്ട് അവനിൽ ഇരിക്കുകയല്ലേ. സാറേ എമ്മസ് പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എനിക്കറിയാം അവർ സുന്ദരമായിട്ട് പാടുമെന്ന്. അവരൊഴുക്കും വലിയ സന്തോഷമായ എമ്മസിന് ഭയങ്കരമായിട്ടൊരു കച്ചേരി അവിടെ നടത്തി. എമ്മസിന് വലിയ ഇഷ്ടമായി. കേരളത്തിലെ ഒരു സംഗീതജ്ഞൻ ഇങ്ങനെ ഉണ്ടല്ലോ, അതും മാർക്സിസ്റ്റ് പാർട്ടി, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാട്ടുമായിട്ട് ബന്ധമൊന്നും ഇല്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ആ വിശ്വാസങ്ങളൊക്കെ അഴിച്ചു തെറ്റാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സുന്ദരമായിട്ട് പാടിയിരിക്കുന്നു. വളരെ സന്തോഷമെന്നൊക്കെ പറഞ്ഞ് അപ്രീസിയേഷൻ ആയിട്ട് അവിടെ നിന്ന് വിട്ടു. നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ, സാക്ഷാത് നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ. നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ, സാക്ഷാൽ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ, സാക്ഷാൽ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ. പ്രസിദ്ധനായ എൻ്റെ ജ്യോത്സ്യനായിരുന്ന എൻ്റെ അപ്പൂപ്പൻ അന്നേ പ്രവചിച്ചിരുന്നു ദേവരാജൻ മാസ്റ്റർ ഏറ്റവും പ്രസിദ്ധനായി തീരുമെന്ന്, ഒരു സംഗീതജ്ഞനായി തീരുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. അത് അതേപോലെ സംഭവിച്ചു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ തന്നെ സന്ധ്യയ്ക്ക് ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങും കണ്ഠം സാധകം ചെയ്യാനായിട്ട്. അതേതാണ്ട് 10 മണി വരെ 10-10:30 വരെ അങ്ങ് അത് അകാരവും ഉകാരവും മറ്റുമൊക്കെ അങ്ങനെ പാടി വളരെ ചുരുക്കത്തിൽ നാട്ടുകാർക്കതൊരു ഉപദ്രവമായിരുന്നു. നാട്ടുകാർക്കറിയില്ലല്ലോ ഇതെന്താണ് ചെയ്യുന്നതെന്നേ. അത്ര ഗംഭീരമായിട്ട് അദ്ദേഹം സാധകം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 3-4 മണിയാകുമ്പോൾ എണീക്കും. 4 മണിക്ക് ശേഷം വീണ്ടും ഒരു 6-6:30 വരെ സാധകം ചെയ്യുമായിരുന്നു. അത്ര കഠിനമായ സാധകത്തിൻ്റെ ഫലമാണ് ഇന്ന് ദേവരാജൻ. நான் எஸ்பி பாலசுப்ரமணியம். இந்த தேவராகம் காரியக்கிரமத்தை நீங்கள் கண்டிப்பாக கைரளி டிவியில் முக்கியமாக எல்லோரும் நல்ல மியூசிக் விரும்புகிறவங்க எல்லோருமே இந்த தேவராகத்தை பற்றி கண்டிப்பாக கேட்டு மகிழ்ந்து உங்களுடைய அபிப்பிராயத்தை தெரிவித்துக் கொள்கிறோம். வணக்கம். സ്മരണതൻ പൂവണി താഴ്വരയിൽ സംഭവമലരുകൾ വിരിഞ്ഞു വീണ്ടും വിരിഞ്ഞു വീണ്ടും സ്വർഗ കവാടം വിട്ട്
പരവൂർ ഗ്രാമത്തിൽ ഇവിടെയാണ് ദേവരാജൻ മാസ്റ്റർ ജനിച്ചത്. പിറന്ന വീടും പരിസരങ്ങളും ഇന്ന് പാടെ മാറിപ്പോയി. ഒരിക്കലും വറ്റാത്ത ഓർമ്മകളുടെ തെളിനീരുറവയുള്ള ഒരു കിണർ മാത്രം ഇവിടെ ഇപ്പോഴും ശേഷിക്കുന്നു. 75-ാം പിറന്നാൾ ആഘോഷവേളയിൽ ജന്മഗ്രാമം നൽകിയ സ്നേഹ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനെത്തിയ മാസ്റ്റർ മൺമറഞ്ഞുപോയ അച്ഛനമ്മമാരുടെ അനുഗ്രഹാശിസ്സുകൾ തേടി ഇവിടെ വന്നിരുന്നു. കുട്ടിക്കാലത്തിൻ്റെ മധുര നൊമ്പരങ്ങൾക്കിടയിലും ദേവരാജൻ്റെ അഭയവും പ്രതീക്ഷയും അന്നും സംഗീതമായിരുന്നു. ഉദ്ദേശം ഒരു 80 വർഷങ്ങൾക്ക് മുൻപ് പരവൂരിൽ ആദ്യമായി ഒരു കുടിപ്പള്ളിക്കൂടമുണ്ടായി. അത് എൻ്റെ അപ്പൂപ്പനായ പരവൂർ കുഞ്ഞിരാമൻ ജോത്സ്യൻ ആണ് തുടങ്ങിയത്. അദ്ദേഹമാണ് ദേവരാജൻ മാസ്റ്ററെ ആദ്യാക്ഷരം കുറിച്ചത്. പ്രശസ്തരായ പരവൂരിൽ പ്രശസ്തരായ പലരും അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. ഈ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം അന്ന് 4ാം ക്ലാസ് വരെയാണ്. 4ാം ക്ലാസ് വരെ. അപ്പോൾ ആ 4 ക്ലാസ് ഉള്ളതിൽ ഞാൻ 2ാം ക്ലാസ്സിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 4 ക്ലാസ്സുകൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒഴിക്കര വേലുപിള്ള സാർ എന്നൊരു അധ്യാപകൻ എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചു. അക്കൂട്ടത്തിലാണ് ഒരു കൊല്ലം അവിടെ ഒരു സ്കൂളിൽ പോയി പഠിക്കേണ്ടി വന്നു. പരവൂർ, ഇന്നത്തെ പരവൂരിലെ സെൻറ്ററിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം അന്നില്ലായിരുന്നു. തെക്ക് ഭാഗം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു പ്രൈമറി സ്കൂൾ ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നില്ല. ഇദ്ദേഹം എല്ലാ ക്ലാസ്സും വേലുപിള്ള എന്ന് പറഞ്ഞ സാറ് എന്നെ പഠിപ്പിച്ചിരുന്നുകൊണ്ട് 2ാം ക്ലാസ്സിൽ പോയി ചേർന്നു. 2ാം ക്ലാസ് കഴിഞ്ഞ് ബാക്കി 3 ക്ലാസ് കൂടെ അദ്ദേഹം തന്നെ പഠിപ്പിച്ചു. അതിനുശേഷമാണ് പ്രിപ്പയറട്ടറിക്ക് ഒരു ടെസ്റ്റ് എഴുതിയാൽ മതി അന്ന്. ആ ടെസ്റ്റ് എഴുതിയിട്ട് പ്രിപ്പയറട്ടറി ക്ലാസ്സിൽ, ഇന്ന് ആ ക്ലാസ്സില്ല, ചേർന്നു. പിന്നീട് 6th ഫാം വരെ അതേ സ്കൂളിൽ തന്നെ, കോട്ടപ്പുറം ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ തന്നെ കഴിഞ്ഞു. കോട്ടപ്പുറം ഇംഗ്ലീഷ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് അന്ന് മയ്യനാട്, കാപ്പിൽ, ഇടവ, ചാത്തന്നൂർ, പാരിപ്പള്ളി ഇത്രയും സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള ഏക സ്കൂൾ ഈ സ്കൂൾ മാത്രമായിരുന്നു. ഏതാണ്ട് 4th-ലോ 5th-ലോ ആയപ്പോൾ ഞാൻ പള്ളിക്കൂടത്തിൽ നിന്നൊക്കെ ചാടി. എന്നെ ഒരു പള്ളിക്കൂടത്തിലും പഠിപ്പിക്കത്തില്ല, രാഷ്ട്രീയം കാരണം. ഈ തടഞ്ഞ ലഘുലേഖകൾ ഇതെല്ലാം എൻ്റെ പേരിൽ പോസ്റ്റിൽ വരും. അല്ലാതെ തന്നെ ഞാൻ പ്രായക്കുറവാണെങ്കിലും ഞാൻ എറണാകുളത്ത് ബോട്ടിൽ പോയി ഈ തടഞ്ഞ ലഘുലേഖകളെല്ലാം പട്ടണങ്ങളിലെല്ലാം, അന്ന് കോൺഗ്രസ്സാണ്, എറണാകുളം താമസിക്കുമ്പോൾ ശ്രീകണ്ഠൻ നായർ, പെട്ടെന്ന് താണുപിള്ള, കണ്ണൻതോട്ടത്ത് ജനാർദ്ദൻ നായർ, ഇവരെല്ലാം തിരുക്കൊച്ചിയാണ്. അവിടെ നിൽക്കാൻ അവർക്ക്, ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യും. ഞാൻ ബോട്ടിൽ പോയി രാത്രി കൊല്ലത്തിൽ നിന്ന് ബോട്ടിൽ കയറി നേരെ എറണാകുളത്തിറങ്ങി അവിടുന്ന് ഈ ലഘുലേഖകളും കൊണ്ട് പരവൂർ വന്നിട്ട് ഞങ്ങൾ അന്ന് വിദ്യാർത്ഥി കോൺഗ്രസ്സുണ്ട്. വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ഇന്ത്യയിലെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന രവീന്ദ്രവർമ്മ എന്ന് പറയും. അങ്ങേരാണ് ഓൾ ഇന്ത്യ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്. ഞാൻ കൊല്ലം ജില്ലയുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അന്ന് മാസ്റ്റർക്ക് രാഷ്ട്രീയമൊന്നുമില്ല, പഠിത്തം തന്നെ അങ്ങനെ പ്രധാനം.
സംഗീതത്തിൽ മാത്രമല്ല, സ്കൂൾ കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിലും ദേവരാജൻ സമർത്ഥനായിരുന്നു. പിതാവ് കൊച്ചുഗോവിന്ദനാശാനിൽ നിന്നും ലഭിച്ച ശിക്ഷണം മാസ്റ്ററുടെ സർഗയാത്രയിൽ എന്നും വഴിവെളിച്ചമായിരുന്നു. പൈതൃകമായി ലഭിച്ച സംഗീതവും വായിച്ചു പഠിച്ച പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കൂടുതൽ പൂർണ്ണതയിലേക്ക് നയിച്ചു. 40കളിലും അതിനുശേഷവും സംഗീതത്തിൽ, സ്കൂൾ ജീവിതത്തിൽ വിദ്യാർത്ഥികൾക്ക് സംഗീതത്തിൽ മത്സരവും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കലാപ്രതിഭയും കലാതിലവും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അന്ന് ഇക്കാര്യത്തിലൊന്നും വലിയ താല്പര്യം ആളുകൾക്കുമില്ല, വിദ്യാഭ്യാസ വിദഗ്ധർക്കും, വിദ്യാഭ്യാസ അധികാരികൾക്കുമില്ല, വിദ്യാർത്ഥികൾക്കുമില്ല. അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു പോന്നു. അക്കൂട്ടത്തിൽ ഇയാൾ മാത്രം ഒരു നല്ല രീതിയിൽ സംഗീതം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ദേവരാജൻ്റെ അച്ഛൻ തന്നെയായിരുന്നു ഗുരു. ആദ്യം മുതൽ ഏതാണ്ട് ഒരു സ്റ്റാൻഡേർഡ് ആകുന്നത് വരെ അച്ഛൻ തന്നെയായിരുന്നു ഗുരു. അതിനുശേഷം സ്വയം ഗുരുവായി, അല്ലാതെ മറ്റൊരു ഗുരുവിനെ തേടിപ്പോയില്ല. പിന്നെ പ്രസിദ്ധരായ പല സംഗീതജ്ഞരെ സംഗീതം കേൾക്കുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥിതിയിലെത്തിയതെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ പ്രത്യേകിച്ചൊരു ഗുരു ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വയം റിസർച്ച് ചെയ്ത് മ്യൂസിക് എല്ലാ രീതിയിലും സ്വയം റിസർച്ച് ചെയ്ത് വരുത്തിയതാണ് ഈ പാണ്ഡിത്യം മുഴുവനും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം നമുക്കൊരേ ദാഹം പൂന്തേനരുവി സംഗീതത്തിൻ്റെ ചക്രവാളങ്ങളിൽ പറന്നുയരുവാൻ ദേവരാജനെ പ്രാപ്തനാക്കിയത് പരവൂർ ഗ്രാമവും സ്വയം ആർജിച്ച സംസ്കാരവും അടിയുറച്ച ശാസ്ത്രീയ സംഗീതോപാസനയുമായിരുന്നു. മലയാളത്തിൻ്റെ നാടൻ ശീലുകളും ചങ്ങമ്പുഴയെപ്പോലെയുള്ള സ്നേഹഗായകരുടെ കവിതകളും ക്ലാസിക്കൽ ശൈലിയുമായി കൂട്ടിയിണക്കി മാസ്റ്റർ പുതിയൊരു സംഗീതം തീർത്തു. അത് നാടക ചലച്ചിത്ര സംഗീതത്തിന് പുതിയൊരു ഭാവുകത്വം നൽകി. കേരളത്തിലെ പ്രധാന ക്ഷേത്രാങ്കണങ്ങളിലെല്ലാം സംഗീത കച്ചേരികൾ നടത്തിക്കൊണ്ടായിരുന്നു ദേവരാജനെന്ന സംഗീത ശില്പിയുടെ കടന്നുവരവ്. ദേവരാജൻ മാസ്റ്ററെ ഏതാണ്ട് 50 വർഷത്തിൽ അധിക കാലമായി എനിക്ക് പരിചയമുണ്ട്. ഏതാണ്ട് ആദ്യപദ്യത്തിൻ്റെ കച്ചേരി ഞാൻ വായിക്കുന്നത് മാവേലിക്കരയിൽ കണ്ടിയൂർ ഒരു ക്ഷേത്രമുണ്ട്, അവിടെയാണ്. ആ കച്ചേരി കച്ചേരി വളരെ നന്നായി. അങ്ങനെ എന്നോട് വളരെ ഒരു സന്തോഷം അദ്ദേഹത്തിന് തോന്നി. പിന്നെ പല കച്ചേരികൾക്കും എന്നെ വിളിച്ചുകൊണ്ടുപോയി വായിപ്പിച്ചിട്ടുണ്ട്. ഒരനുഭവം ആലപ്പുഴ ഒരു കച്ചേരി വായിച്ച് മുല്ലയ്ക്കൽ വളരെയധികം കച്ചേരി നന്നായി എന്ന് അവിടുത്തെ ഏറ്റവും വലിയ സംഗീതജ്ഞനും വലിയ ലോയറുമായ പാപ്പാസ്വാമി എന്ന് പറയും, പാർത്ഥസാരഥി അയ്യങ്കാർ, അദ്ദേഹം അന്ന് കച്ചേരിക്ക് വന്നിരുന്നു. അദ്ദേഹം കച്ചേരി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പരമസന്തോഷം. ഇങ്ങനെ ഇത് തഞ്ചാവൂർ ബാണി മാതിരി പാടുന്നു, അങ്ങനെ ഒരു പാട്ട് നമ്മുടെ ഇവിടെ ഇതുവരെ ഞാൻ കേട്ടിട്ടല്ല, ഇത്രയും ഒരു നല്ല ബാണിയിൽ എന്ന് അദ്ദേഹം അവിടെ പ്രസംഗിച്ചു. അതൊക്കെ ഒരു വലിയ അനുഭവമാണ്. അപ്പോൾ സംഗീതത്തിൻ്റെ ശരിക്ക് പറഞ്ഞാൽ അദ്ദേഹം ഒരു ലൈറ്റ് മ്യൂസിക്കിൽ ഇങ്ങനെ തിരിഞ്ഞെങ്കിലും അദ്ദേഹം ഒരു വലിയ ക്ലാസിക്കൽ വിദ്വാനായിട്ട് വരേണ്ട ആളാണ്.
അത് വിദ്വാൻ തന്നെ. പക്ഷേ കച്ചേരിയിൽ അദ്ദേഹം കുറച്ച് മാറി ഇപ്പോൾ ലൈറ്റിലോട്ട് പോയി ഈ ഒരു ഇതിലാണ് കൂടുതൽ പേരെടുത്തത്. പക്ഷേ അതിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇപ്പം മദ്രാസിൽ തന്നെ ഒരു വലിയ സംഗീതജ്ഞൻ്റെ ഒരു ഗ്രേഡ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. പിന്നെ കച്ചേരിയിൽ അദ്ദേഹത്തിന് പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ കച്ചേരിയുടെ സെലക്ഷൻ, പിന്നെ രാഗം വളരെ നന്നായിരിക്കും. GN ബാലസുബ്രഹ്മണ്യം പാടുന്ന ചില പ്രതീതി തോന്നും അദ്ദേഹം പാടുന്ന കേട്ടാൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കച്ചേരിക്ക് ധാരാളം വായിച്ചു. നാഗർകോവിലിൽ ഒരു അമ്പലത്തിൽ ക്ഷേത്രം എനിക്കറിയാമായിരുന്നു. അത് പോലീസുകാരാണ് അതിൻ്റെ മേൽനോട്ടമായിട്ട് നടന്നത്. DSP അല്ലെങ്കിൽ IG-യുടെ അസിസ്റ്റൻ്റ് IG ഇവരാരെങ്കിലും ഒരാളുടെ ഇതും മുഴുവൻ റിസർവ് പോലീസാണ്. അപ്പോൾ ഈ കൊണ്ടുപോകുന്നതിന് തമ്പിൽ മാത്രം ശ്രുതി കൂട്ടി കൊണ്ടുപോകണം. അത് ഇത്തിരി വലിയ സാധനമാണ്, ഇങ്ങനെ ഉണ്ടായിട്ടൊക്കെ വീണ പോലെ ഇരിക്കും. അത് തട്ടിയും മുട്ടിയും ചെയ്ത് ശ്രുതി ഭംഗം വരും. അത് എല്ലാമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് DSP തന്നെ വന്ന് വലിയ കാര്യമായിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരുത്തി. പിന്നെ രാത്രി ഒരു 7:30 മണിക്ക് മുമ്പ് കച്ചേരിയും തുടങ്ങി. പോലീസുകാരുടെ ഒരിടപാടാണത്. അവരുടെ ആഘോഷം അന്നത്തെ. അന്ന് രാവിലെ നൂറ്റങ്ങ് പാടി സുന്ദരമായിട്ട്. ആദ്യകാലങ്ങളിൽ ഒന്നിച്ച് കച്ചേരികൾ കേൾക്കുവാൻ പോയ പോളച്ചിറ ഗോപിസാർ പിന്നീട് ദേവരാജൻ മാസ്റ്ററുടെ തന്നെ കച്ചേരികളുടെ ആസ്വാദകനും ആരാധകനുമായി മാറി. അപ്പോൾ ചില പാട്ട് കച്ചേരികൾ കേൾക്കാൻ അദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കൊല്ലത്ത് GN ബാലസുബ്രഹ്മണ്യം, ആലത്തൂർ ബ്രദേഴ്സ്, അവരെല്ലാം കൊല്ലത്ത് ആനന്ദവല്ലീശ്വരം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ അവർ വന്ന് പാടുമായിരുന്നു. എല്ലാ വലിയ വലിയ ആൾക്കാരെ വരുതി. 2-3 സ്ഥലങ്ങളുണ്ടായിരുന്നു. ഉണിച്ചക്കം വീട്, അവിടെ പാട്ട് കച്ചേരികൾ നടത്തുമായിരുന്നു. ഉറിയടി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നത്തെ ഏറ്റവും വലിയൊരു രസം, പിന്നീട് ഞാൻ പ്രായമായപ്പോൾ സിനിമ കാണാൻ പോകും പരവൂരുന്ന്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ കാണും, വിളിച്ചും കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കൊല്ലത്ത് നടന്നു പോയി 8 മൈൽ നടന്നു പോയിട്ട് അവിടെ സിനിമകളെല്ലാം കണ്ടിട്ട് വരും. ചിലപ്പോൾ ഞാൻ മാത്രമേ കാണൂ, ചിലപ്പോൾ സെക്കൻഡ് ഷോ ആയിരിക്കും കഴിഞ്ഞ് വരുന്നത്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ നടന്നാണ് വരുന്നത്, തനിച്ച് നടന്നു വരും. അപ്പോൾ അവിടെ ഒരു ശവക്കോട്ടയുണ്ട്, ശവക്കോട്ട. അവിടെ പുണങ്ങൾ ഇങ്ങനെ ശവട്ട് എരിയുന്നത് കാണും. ഇത് കണ്ട് പേടിച്ചും പേടിക്കാതെ നടന്നങ്ങ് അതിൻ്റെ കൂടെ നടന്ന്. അപ്പോൾ പോകുമ്പോഴെല്ലാം എനിക്ക് തോന്നി എൻ്റെ പുറകെ കൂടെ ഒരാൾ വരുന്നുണ്ടെന്ന് തോന്നി. എന്നാലും ഞാൻ പോകും. പരവൂരിലെ ഈ സഹപാഠികളും സുഹൃത്തുക്കളും ദേവരാജൻ്റെ ആദ്യകാല സംഗീത സബരിയെ ഇപ്പോഴും അഭിമാനത്തോടെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. MK രാഘവൻപിള്ള എഴുതിയ ഒരു കൃതി. MK രാഘവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവരാജൻ മാഷിന്റെ അടുത്ത കൂട്ടുകാരൻ അദ്ദേഹം എഴുതിയ ഒരു കൃതി പണ്ട് ദേവരാജൻ മാഷ് ട്യൂൺ ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. പരവൂർ സുധീശനെ കൊണ്ട് അതിൻ്റെ സ്വര വഴിക്ക് എൻ്റെ മകളെ പഠിപ്പിച്ച്, അവളെ അരങ്ങേറ്റത്തിന് പഠിപ്പിച്ചു. അത് അവളിപ്പോൾ ഒന്ന് പാടും. ഭാരത ശ്രീദേവദേ ഗീതാവീതി വേദവന്ദിതേ നമസ്തേ ഗീതാവീതി ഭാരത ശ്രീദേവദേ. രാധിക കൃഷ്ണ കൃഷ്ണ രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ സരസമസൃണമപി മലയജ പംഗം പശ്യതി വിഷമിവ വപുഷി സശങ്കം
सरसमसृणमपि मलयज पङ्गं पश्यति विषमिव वपुषि सशङ्गं राधिक कृष्णा राधिक श्वसित पवन मनुवम परिणाहं मदन दहनमिव वहति सदाहं दिशि दिशि किरति सजल कर्णरालं दिशि दिशि किरति सजल कर्णरालं. தேவராகம் என்ற ப்ரோக்ராம் கைரளி டிவியில் தேவராஜன் மாஸ்டர் பற்றி போடுறாங்க. நீங்கள் எல்லா மலையாளிகளும் பார்க்கணும். மலையாளி இல்லை, மொத்தம் கைரளின்னா ரொம்ப உலகம் பூரா வரும். அதெல்லாம் நீங்கள் பார்த்து ரசிக்கணும்னு நான் வேண்டிக்கொள்கிறேன். ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അവിടെ പഠിക്കുമ്പോൾ ഞാൻ സീനിയർ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ ONV അവിടെ ജൂനിയർ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം കൊല്ലത്ത് BAക്ക് പഠിക്കുകയും MAക്ക് തിരിച്ച് തിരുവനന്തപുരത്ത് പഠിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഗാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്യൂൺ ചെയ്യുന്നതും പാടുന്നതും. ആ കാലത്ത് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് ഒന്ന് ശങ്കരക്കുറുപ്പിൻ്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി ചിലർ അതല്ലായിരിക്കാം എന്നും പറയുന്നുണ്ട്. വെൽഗ വെൽഗ ജയശാലിനി പാവനി സാഗരോർമിക ഹൃദപരിചരണി വാഴ്ക ശാശ്വത ധർമ്മപരായണെ തിരുനാമം. അത് അത്രേ ഓർക്കുന്നുള്ളൂ. അനശ്വര ഗാനങ്ങളുടെ ദേവശില്പിയായ ദേവരാജൻ മാസ്റ്റർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് തൻ്റെ കലാലയ ജീവിതം ആരംഭിക്കുന്നത്. ഈ ചെങ്കല്ലെടുപ്പുകൾ ദേവരാജൻ്റെ ഹൃദയത്തിൽ ദീപ്തമായ സംഗീതത്തിൻ്റെ അമൃതബിന്ദുക്കൾ വർഷിച്ചിരിക്കും. ഗ്രാമവും നഗരവും ചേർന്ന് സൃഷ്ടിച്ച സ്വപ്ന സന്ദേശങ്ങൾ കാലം കാതോർത്തു കേട്ടു. ഇപ്പോഴും കലാലയങ്ങളിലെ കമനീകമനർക്ക് ഹൃദ്യമായ എത്രയോ എത്രയോ ഗാനങ്ങൾ. ഭാവപൂർണത കൊണ്ടും സങ്കല്പത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും ഓരോ ഗാനവും നിത്യയൗവനം പ്രാപിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലം, അന്ന് ദേവരാജനും ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണ്. ദേശാഭിമാനവും സ്വാതന്ത്ര്യബോധവും ഒക്കെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു കാലം. അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് മലയാള സമാജം ഉദ്ഘാടനം ചെയ്യുന്നതിന് മഹാകവി G. ശങ്കരക്കുറുപ്പിനെയാണ് ക്ഷണിച്ചു വരുത്തിയത്. അതിനിടയ്ക്ക് ഒരു പ്രാർത്ഥന എന്നതിന് പകരം തുടക്കത്തിൽ G. ദേവരാജൻ എന്ന വിദ്യാർത്ഥിയാണ് ക്ഷണിച്ചത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അന്നത്തെ ദേശാഭിമാനത്തിൻ്റെ ആ ഒരു ചൂടിൽ ജയതി ജയതി ഭാരതമാത എന്ന് അന്ന് പ്രശസ്തമായിരുന്ന ഒരു ഭാരത സങ്കീർത്തനം ആലപിക്കുകയുണ്ടായി. GNB ആണെന്നാണ് എൻ്റെ ഓർമ്മ. പാടി വളരെ ജനപ്രീതി ആർജിച്ച ഒരു പാട്ടാണ്. ആ ജയതി ജയതി ഭാരതമാത എന്നത് കുലുന്നനെയുള്ള കറുത്ത് നല്ല വെള്ള ഷർട്ടിട്ട് ഒരു പയ്യൻ ഇങ്ങനെ ആലപിക്കുന്നത് കേട്ടിട്ട് അയാളുടെ ആ രൂപം കണ്ടാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ എത്രയോ കവിഞ്ഞ് വളരെ സംഗീതം പഠിച്ച് മാസ്റ്റർ ചെയ്ത ഒരാളെപ്പോലെ അത് പാടുന്നത് കേട്ടപ്പോൾ, ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ്. കേട്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം അത്ഭുതവും സന്തോഷവുമൊക്കെ തോന്നി. മഹാകവി G. പ്രശംസിച്ചെന്തോ രണ്ട് വാക്ക് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഒരർത്ഥത്തിൽ ഒരു വലിയ ഒരു സംഗീത സപര്യയുടെ, ഒരു വലിയ ഒരു സംഗീതത്തിനായി സമർപ്പിച്ച ഒരു ജീവിതത്തിൻ്റെ പ്രാരംഭം, പൊതുവായ പ്രാരംഭം അവിടെയാണ് എന്നെനിക്ക് തോന്നുന്നു.
സുന്ദരി ആ സുന്ദരി ആ സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയെ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ സുന്ദരമേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ സുതാര്യ സുന്ദരമേഘങ്ങളലിയും നിതാന്ത നീലിമയിൽ ഒരു സുഖശീതള ശാലീനതയിൽ ഒഴുകി ഞാനറിയാതെ ഒഴുകി ഒഴുകി ഞാനറിയാതെ സുന്ദരി. അന്നത്തെ പാട്ട് കച്ചേരികളിൽ എല്ലാവരും പാടിക്കൊണ്ടിരുന്നത് തമിഴ് ഗാനങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് മലയാളം കൂടെ ആയിക്കൂടാ എന്ന് തോന്നിയിട്ട് ഞാൻ ചില കവിതകളെടുത്ത് ട്യൂൺ ചെയ്യുകയായിരുന്നു. അങ്ങനെ ചങ്ങമ്പുഴയുടെ ചില വരികളെടുത്ത് ഞാൻ ഈണം നൽകി. ആദ്യം ഞാൻ ഈണം പകർന്നത് ആരാവിൽ നിന്നോട് ഞാനോദിയ രഹസ്യങ്ങളാരോടു അരുളരുതോമലേ നീ. പിന്നീട് രണ്ടാമത് ഈണം ചെയ്തത് മറ്റൊരു ചങ്ങമ്പുഴ കവിതയാണ്. വല്ലാതെ വാടെ തളർന്നു നാഥ വള്ളിക്കുടിലിൽ ഇരപ്പൂരാധ. അതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഗഹനമായ കവിത ഞാൻ എടുത്തിരുന്നു. അത് കൃത്യമായി അല്ല, ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കനക ചിലങ്കകിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. ഈ കവിതകളൊക്കെ ഞാൻ ട്യൂൺ ചെയ്യുന്നത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ്, കോളേജ് പഠിക്കുമ്പോഴാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇൻ്റർമീഡിയറ്റ് പൂർത്തിയാക്കിയതിന് ശേഷം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ ദേവരാജൻ ബിരുദ വിദ്യാർത്ഥിയായി ചേർന്നു. സംഗീതത്തിലെന്ന പോലെ ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും സമർത്ഥനായിരുന്നു ജി ദേവരാജൻ. കച്ചേരികൾ നടത്തുന്നതിലൂടെ അപ്പോഴും അദ്ദേഹം സംഗീത സബരിയെ തുടർന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വാർഷികാഘോഷങ്ങളിൽ ദേവരാജൻ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നിറം മങ്ങാത്ത മധുര സ്മരണകൾ ഇന്നും മാസ്റ്ററുടെ മനസ്സിലുണ്ട്. അന്നത്തെ സ്നേഹ സൗഹൃദങ്ങൾ ഇപ്പോഴും സ്നേഹത്തോടെ തന്നെ കാത്തുസൂക്ഷിക്കുന്നു. ദേവരാജനുമായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. 1947 മുതൽ 49 വരെയുള്ള ആ 2 വർഷ കാലഘട്ടത്തിലാണ് ഞാൻ ദേവരാജനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും. ദേവരാജൻ അന്ന്
ഈ മ്യൂസിക് കോളേജിൻ്റെ സ്വാതിരുന്നാൾ അക്കാഡമിയുടെ തൊട്ടടുത്തുള്ള ഒരു ലോഡ്ജിലാണ് താമസം. ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് നായർ യൂണിയൻ ഹോസ്റ്റലിൽ ആയിരുന്നു താമസിക്കുന്നത്. ഞാൻ മിക്ക ദിവസവും രാത്രിയിൽ സന്ധ്യയ്ക്ക് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ദേവരാജൻ്റെ ലോഡ്ജിൽ പോകും. ഞങ്ങൾ ഒരുമിച്ച് ആണ് ഭക്ഷണം, കിടപ്പ്. പല രാത്രികളും ഞാൻ അവിടെ തന്നെയാണ് ഉറങ്ങുക. ദേവരാജന് ഞാനും തമ്മിലുള്ള ബന്ധം ഒരുതരം ആത്മബന്ധമാണ്. അദ്ദേഹം അത് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത് ശാസ്ത്രീയമായ അവഗാഹം നേടാനും അതിൽ നല്ല പ്രാവീണ്യം സമ്പാദിക്കാനുമായിരുന്നു ദേവരാജൻ അന്ന് കൂടുതലും ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ഈ ലൈറ്റ് മ്യൂസിക്കിനോട് അത് ഇടുന്നതിന് ട്യൂൺ കമ്പോസ് ചെയ്യുന്നതിൽ ദേവരാജനൊരു പ്രവണത, അതിനുള്ള ഒരു സാമർഥ്യം, പ്രത്യേക സാമർഥ്യം അന്നും ഇന്നത്തെ പോലെ തന്നെ അന്നും അത് പ്രകടമായിട്ടുണ്ടായിരുന്നു. എന്നെ ഏറ്റവും ആകർഷിച്ചതും ദേവരാജനിലേക്ക് ആകർഷിച്ചതും ആ ഒരൊറ്റ കാര്യമാണ്. പാടുന്നവർ ധാരാളം പേരുണ്ട്, പക്ഷേ ഈ ഒരിക്കലും ഉറവ പറ്റാത്ത ഈ സംഗീതപരമായ ഭാവന, പുതിയ പുതിയ ട്യൂൺസ് ആവിഷ്കരിക്കാനുള്ള കഴിവ്, അത് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അത് വരുന്നത് ദേവരാജനെ പോലെ ഞാൻ ആരിലും കണ്ടിട്ടില്ല. തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല മൊട്ടിട്ടുവല്ലോ മേലാകെ മുട്ടു വിരിയുമ്പോൾ മുത്ത് പൊഴിയുമ്പോൾ മുത്തായ മുത്തൊക്കെ ഞാനെടുക്കും. തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല മൊട്ടിട്ടുവല്ലോ മേലാകെ മുട്ടു വിരിയുമ്പോൾ മുത്തു പൊഴിയുമ്പോൾ മുത്തായ മുത്തൊക്കെ ഞാനെടുക്കും. സാമ്പത്തികമായി കഷ്ടപ്പെട്ട നാളുകളിൽ സംഗീതം മാത്രമായിരുന്നു ദേവരാജന്റെ ഒരേ ഒരു സമ്പാദ്യം. കൂടാതെ അനന്തരാമകൃഷ്ണനെ പോലെയുള്ള എൻ്റെ പേര് അനന്തരാമകൃഷ്ണൻ എന്നാണ്. ഞാനും മാസ്റ്റർ ദേവരാജനും 1945 ഇൻ്റർമീഡിയറ്റ് കോളേജ് ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അന്ന് ഇത്തിരി സംഗീതത്തിൽ കുറച്ച് വിദ്വാനാണ്. കൂടെ സംഗീതങ്ങളൊക്കെ അങ്ങ് ആലാപിച്ചുകൊണ്ടിരിക്കും. ക്ലാസ്സില്ലാത്ത സമയത്ത് മരത്തിൻ്റെ മൂട്ടിൽ കൊണ്ട് സംഗീതങ്ങൾ ആലാപനങ്ങളും ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു 5-6 പേര് ഞങ്ങളെ കൂടെ അങ്ങനെ പരിചയമായി. പിന്നെ കൂടെ ക്ലാസ്സില്ലാത്ത സമയത്ത് തന്നെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ അങ്ങേരെ പാടും, ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അതിനുശേഷം 42 കൊല്ലം അവിടെ പഠിച്ചിരുന്നു ഞങ്ങൾ. അതിനുശേഷം അങ്ങേര് പാസ്സായി MG കോളേജിൽ പോയി. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ പരിചയം കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മംഗളം വാരികയിൽ ഒരു ആർട്ടിക്കിൾ അങ്ങേര് എഴുതി. ആ പഴയകാല അങ്ങേരുടെ ആ ഓർമ്മ വെച്ച്. അതിനുശേഷമാണ് ഞങ്ങൾ വീണ്ടുമായിട്ട് അങ്ങേരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അതിനുശേഷം ഇലക്ഷൻ വേണ്ടി പാർട്ടി പിന്നെ അതിനുശേഷം ഞങ്ങൾ കൂടെ അവിടെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. അതായത് ഇത്ര വലിയ മനസ്ഥിതിയുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ കാലത്ത് ഏതോ ഒരു ചെറിയൊരു സഹായം ചെയ്തു. ആയതിനെപ്പറ്റി മംഗളം വാരികയിൽ പ്രമാദമായിട്ട് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം എന്ന് വലുതായിട്ട് എഴുതി. ആരങ്ങനെ എഴുതില്ല. അത് അങ്ങനൊരു സംഭവമാണ് അങ്ങേര്. ദേവരാജൻ ശ്രീനാരായണ കോളേജിൽ പഠിച്ചിട്ടില്ല. പക്ഷേ അവിടെ ശ്രീനാരായണ കോളേജിൽ അദ്ദേഹത്തിൻ്റെ സംഗീതരംഗത്ത് ആരാധകരായ ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെൻ്റെയും സുഹൃത്തുക്കളായിരുന്നു. കോളേജിനടുത്ത് ഒരു ലോഡ്ജിലാണ് അവർ താമസിച്ചിരുന്നത്. ഞാൻ വീട്ടിൽ പോയും പിന്നെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കൊണ്ട് കൊല്ലത്ത് താമസിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും അവരുടെ മുറിയിലാണ് വന്ന് അടിയാറുള്ളത്. നീണ്ട യോഗ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ അവിടെയാണ് വരാറുള്ളത്. അങ്ങനെ ദേവരാജൻ അവിടെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. ഞാനും ആ മുറിയിലെ ഒരു നിത്യ സഹവാസിയായിരുന്നു. ഞങ്ങളവിടെ കൂടിക്കഴിഞ്ഞാൽ അവിടെ മുറിയിൽ താമസിക്കുന്ന ഒരു ചേപ്പാട്ട് G. മാധവൻ നായർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സംഗീതമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭ്രാന്താണ്. സാമാന്യം നന്നായിട്ട് പാടും. അന്നും MS സുബ്ബലക്ഷ്മിയുടെ ഒരു വലിയ ആരാധകനാണ്. സുബ്ബലക്ഷ്മിയുടെ പാട്ടുകളോട് പ്രത്യേകിച്ച് ഒരു മമതയുണ്ട്. പിന്നെ മധുരമണി അയ്യരുടെ പാട്ടുകളോട്, പിന്നെ ഹിന്ദി സിനിമാ ഗാനങ്ങളോട്. ഈ സംഗീതത്തിൽ വളരെ പ്രിയം ഉള്ള രാമകൃഷ്ണൻ നായർ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ദേവരാജൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സംഗീത സദസ്സാണ്. അങ്ങനെ
ഇപ്പോൾ ഈ കൈരളിയുടെ തന്നെ എന്താ രാഗോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, ഏതാണ്ട് അതേമാതിരിയാണ്. ഓരോ രാഗങ്ങളെപ്പറ്റി ചോദിക്കുക, ആ രാഗത്തിലുണ്ടായിട്ടുള്ള പാട്ടുകളെപ്പറ്റി പറയുക, അതിൽ തന്നെ ഏതെല്ലാം രാഗങ്ങളാണ് ഇപ്പോൾ നൗഷാദും സി രാമചന്ദ്രയും അനിൽ ബിശ്വാസും ഒക്കെ ഹിന്ദി സിനിമയിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചതെന്ന് അങ്ങനെ അത് സംഗീതത്തെപ്പറ്റിയുള്ള ഒരു ചർച്ച വളരെ ഇൻഫോർമേറ്റീവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ചങ്ങമ്പുഴ കവിതകൾ ഞാൻ പാടുമായിരുന്നല്ലോ. അത് ഞാൻ എവിടെയോ പാടുന്നത് കേട്ടിട്ട്, എവിടെയോ തോന്നിയത് ഒരു ഗോപാലപിള്ളയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. അവിടെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഒരു മാധവൻ നായർ, ഒരു രാമകൃഷ്ണൻ നായർ. അവരിത് അവരുടെ സുഹൃത്തുക്കളെയെല്ലാം വിളിച്ച് ഞാൻ പാടുന്നത് കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞിട്ടായിരിക്കണം ONV ഒരു ദിവസം വന്ന് ഇത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ കവിതാ പുസ്തകം എടുത്ത് എന്നെ ഏൽപ്പിച്ചു. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് മറിച്ച് നോക്കിയപ്പോൾ പൊന്നരിവാൾ എന്ന ഗാനം കണ്ടു. അതെടുത്ത് ഞാൻ ഈണപ്പെടുത്തി. അതാണ് ആദ്യത്തെ എൻ്റെ സംഗീത ജീവിതത്തിലേക്ക് വഴി തെളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ സംഗീത സംവിധാന രീതികളുടെ തുടക്കം അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് ഈ പാട്ടുകളെല്ലാം ചെയ്തിരുന്നു.